കാട്ടിൽ താമസിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെണ്ണ്. പക്ഷേ ഇവളുടെ ഭർത്താവ് തളർന്നു പോയതാണ്. അപ്പോഴാണ് ആ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹീറോ അവിടേക്ക് എത്തുന്നത്. അവൻ എത്തിയ ശേഷമാണെങ്കിലോ ഹീറോയിനുമായിട്ട് പല പരിപാടിയും നടക്കും. പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക? അപ്പൊ പറഞ്ഞു വന്നത് 2025 ഇറങ്ങിയ ലിഗ എന്ന മൂവിയെ പറ്റിയാണ്. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു വില്ലേജ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വില്ലേജ്. അവിടേക്ക് പല ആളുകളും ട്രിപ്പ് പോകാറുമുണ്ട്. അവിടെയാണ് നമ്മുടെ പടത്തിലെ ഹീറോയിനായിട്ടുള്ള ഡൊളോറിയസ് ഉള്ളത്. ഹീറോയിൻ എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കാനായി തുടങ്ങും. അങ്ങനെ ഇവള് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെയുള്ള മൈക്കിൾ എന്നൊരാൾ അവിടേക്ക് എത്തുന്നത്. മൈക്കിളിന് ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ ഇവളെ കാണാനായി എത്തുന്നത്. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ മൈക്കിളിന് ഒട്ടും ഇഷ്ടമല്ല. മൈക്കിൾ എത്തുമ്പോൾ ഹീറോയിൻ അവനെ വഴക്ക് പറഞ്ഞു വിടും. അങ്ങനെ പിന്നീട് ഹീറോയിൻ തുണി അലക്കാനായി തുടങ്ങും. അവൾ അവളുടെ തുണി മാത്രമല്ല അവിടെയുള്ള മിക്ക ആളുകളെയും തുണി അലക്കി കൊടുത്ത് അവൾ കാശ് വാങ്ങാറുണ്ട്. അപ്പോഴാണ് അവിടേക്ക് രണ്ടുപേര് എത്തുന്നത്. അവിടെയുള്ള ബ്ലാക്ക് മൗണ്ടൈനിലേക്ക് പോകാനുള്ള റൂട്ട് അവർ ഹീറോയിനോട് ചോദിക്കും. ഹീറോയിൻ അവർക്ക് ആ വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ അവിടേക്ക് ഹാപ്പി ആയിട്ട് പോകും. പക്ഷെ പോകുന്ന വഴി അവർ തമ്മിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിലാണ് ഹീറോയിൻ അലക്കി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നത്. പോകുന്ന വഴിയിൽ ഹീറോയിൻ ഈ കാഴ്ച കാണുന്നുമുണ്ട്. ഇത് കണ്ട ഉടനെ ഹീറോയിൻ കുറച്ച് ടൈം അവർ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഹീറോയിന്റെ വീട് കാണിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഹീറോയിന് ഒരു ഭർത്താവ് ഉണ്ടെന്ന്. അതുമാത്രമല്ല ആ ഭർത്താവ് തളർന്നതാണെന്നും. ഭർത്താവിന്റെ നെയിം ഡേവിഡ് എന്നാണ്. ഡേവിഡിന് പണ്ട് അപകടം പറ്റി തളർന്നു പോയതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹീറോയിൻ ഡേവിഡിനെ നന്നായിട്ടാണ് നോക്കുന്നത്. ഡേവിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എന്നിട്ടും ഡേവിഡിന് നടക്കാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റൊരു തെറാപ്പി ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ ഹീറോയിന്റെ കയ്യിൽ കാശുമില്ല. അത് നടക്കണമെന്ന് ഡേവിഡിന് നല്ല ആഗ്രഹമുണ്ട്. ഹീറോയിൻ ഡേവിഡിനോട് എങ്ങനെയെങ്കിലും നടത്താമെന്നും കാശ് ഒപ്പിക്കാമെന്നും ഒക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ അലക്കുമ്പോഴാണ് അവിടേക്ക് ഒരാൾ എത്തുന്നത്. ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോയിനായിട്ടുള്ള കെവിൻ. ഇവൻ അവിടെ എത്തി ഹീറോയിനോട് ബ്ലാക്ക് മൗണ്ടൈനിലേക്കുള്ള റൂട്ട് ചോദിക്കും. ഹീറോയിൻ അവനോട് ഒറ്റയ്ക്കാണോ എത്തിയതെന്ന് ചോദിക്കുകയും ചെയ്യും. കെവിൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് പറയും. അവൻ ഹീറോയിൻ ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നുമുണ്ട്. ഇത് കഴിച്ചപ്പോൾ ഹീറോയിൻ അത് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ കെവിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകും. കാരണം ഹീറോയിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ബ്ലാക്ക് മൗണ്ടൈൻ ഉള്ളത്. അങ്ങനെ ഇവർ പോകുന്ന വഴി പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോഴാണ് ഹീറോയിൻ ഒന്ന് തെന്നി വീഴുന്നത്. കെവിൻ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. പെട്ടെന്ന് ഇവരുടെ നോട്ടം മറ്റെങ്ങോട്ടോ പോകും. ഇവർ തമ്മിൽ എന്തൊക്കെയോ തോന്നുന്നുമുണ്ട്. ഹീറോയിന് കെവിനോട് ചെറിയ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കെവിനും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ കമ്പനി പതിയെ കൂടാനായി തുടങ്ങും. പിറ്റേ ദിവസം കെവിൻ ഹീറോയിനെ കാണാൻ വീട്ടിലേക്ക് എത്തും. ഹീറോയിൻ ചോദിക്കും എങ്ങനെ വീട് കണ്ടുപിടിച്ചുവെന്ന്. അവിടെയുള്ള ആളുകളോട് ചോദിച്ചുവെന്ന് കെവിനും പറയും. കെവിന് ഹീറോയിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഭർത്താവ് വീട്ടിലുണ്ടെന്ന്. പക്ഷെ ഭർത്താവ് തളർന്നു പോയതാണെന്ന് പറയും. ഇത് കേട്ട കെവിൻ അവൻ ടൗണിൽ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് അവളുടെ ഭർത്താവിനെ കെവിൻ ചെക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ കെവിനും ഹീറോയിനും കൂടി ഡേവിഡിന്റെ അടുത്തേക്ക് എത്തും. ഹീറോയിൻ ഡേവിഡിനോട് പറയുന്നത് കെവിൻ ഈ നാട് കാണാൻ എത്തിയതാണെന്നും വില്ലേജിലുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്നുമാണ്. അങ്ങനെ കെവിൻ അപകടത്തെ പറ്റിയൊക്കെ അറിഞ്ഞ് ഡേവിഡിനെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടും നടക്കാനായിട്ട് പോകും. അപ്പോഴാണ് കെവിൻ ഹീറോയിനോട് പറയുന്നത് അവളുടെ ഭർത്താവിന്റെ തെറാപ്പി അവൻ ചെയ്തു കൊടുക്കാമെന്നും കാശൊന്നും വാങ്ങില്ലെന്നും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ നല്ല ഹാപ്പിയാകും. പിന്നീട് കെവിൻ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് അവന്റെ ടെന്റിന്റെ അടുത്തേക്ക് പോകും. അവിടെ ചെന്ന ശേഷം പതിയെ ഇവർ തമ്മിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും തുടങ്ങും. പക്ഷെ ഇതെല്ലാം അവിടെയുള്ള മൈക്കിൾ ഷൂട്ട് ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കെവിൻ ഡേവിഡിനെ തെറാപ്പി ചെയ്യാനായിട്ട് എത്തും. ഈ ടൈമിൽ കെവിന്റെ അടുത്ത് ഹീറോയിൻ നിൽക്കുന്നുമുണ്ടായിരുന്നു. പെയിൻ കാരണം ഡേവിഡ് കണ്ണടച്ചു മിരിക്കും. അതുകൊണ്ട് തന്നെ കെവിനും ഹീറോയിനും തമ്മിൽ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പിറ്റേ ദിവസം ഹീറോയിൻ തുണി അലക്കാനായി പോകും. അപ്പോഴാണ് അവിടേക്ക് മൈക്കിൾ എത്തുന്നത്. മൈക്കിൾ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറയും. ആ വീഡിയോ ഹീറോയിനെ കാണിക്കുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയിന് നല്ല ദേഷ്യം വരും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മൈക്കിൾ ഇത് കാണിച്ചവളെ ഭീഷണിപ്പെടുത്തും. അവന് വേണ്ടത് എന്താണെന്നും പറയും. ഹീറോയിൻ അത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഒരു വഴിയുമില്ലാതെ മൈക്കിളിന് വഴങ്ങി കൊടുക്കേണ്ടി വരും. മൈക്കിളിന് എന്താണോ വേണ്ടത് അവനത് കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഡേവിഡ് പതിയെ പതിയെ നടക്കാൻ തുടങ്ങും. കെവിന്റെ തെറാപ്പി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡേവിഡ് നല്ല ഹാപ്പിയാകും. ഡേവിഡ് അവിടെ നിന്ന് പതിയെ വീട്ടിലേക്ക് കയറിപ്പോകും. അങ്ങനെ കെവിനും ഹീറോയിനും വീടിന് പുറത്ത് മാറി നിന്ന് മിണ്ടാനായി തുടങ്ങും. പതിയെ പതിയെ അവരുടെ കൺട്രോൾ പോയി കാര്യങ്ങളും ചെയ്യും. അങ്ങനെ അന്ന് രാത്രി ഡേവിഡ് ഹീറോയിനോട് എന്തോ പറയാൻ വരും. പക്ഷെ ഹീറോയിൻ ഉറങ്ങുന്ന കണ്ടതുകൊണ്ട് അവനൊന്നും പറയില്ല. അങ്ങനെ പിറ്റേ ദിവസം കെവിൻ വീണ്ടും തെറാപ്പി തുടങ്ങും. ഇപ്പം ഡേവിഡിന് നല്ലപോലെ നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എങ്കിലും അവനൊട്ടും ഹാപ്പിയല്ല. അങ്ങനെ അന്ന് രാത്രി കെവിനും ഹീറോയിനും തമ്മിൽ കണ്ടുമുട്ടും. ഡേവിഡ് മൊത്തത്തിൽ റെഡിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് കെവിൻ ഹീറോയിനോട് ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ കെവിൻ എപ്പോഴിനി ഇവിടേക്ക് വന്നാലും അവൾ അവനെ കാണാൻ വരുമെന്ന് പറയും. പക്ഷെ കെവിനാണെങ്കിലോ ഡേവിഡിനെ എല്ലാം ഉപേക്ഷിച്ച് ടൗണിലേക്ക് പോയി പുതിയ ലൈഫ് തുടങ്ങിയാലോ എന്ന് ഹീറോയിനോട് ചോദിക്കും. അങ്ങനെ അവർ ഇതൊക്കെ പറയുമ്പോഴാണ് മൈക്കിൾ അവിടേക്ക് എത്തുന്നത്. മൈക്കിൾ വെള്ളമടിച്ചിട്ടുമുണ്ടായിരുന്നു.
മൈക്കിളാണെങ്കിൽ ഇവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് ആദ്യം കെവിൻ വിശ്വസിക്കില്ല. അപ്പോഴാണ് മൈക്കിൾ ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല മൈക്കിളിന് ഇപ്പോൾ കെവിന്റെ മുമ്പിൽ വെച്ച് ഹീറോയിനുമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം. പക്ഷേ ഇതിന് കെവിൻ സമ്മതിക്കില്ല. അപ്പോഴാണ് ദേഷ്യം വന്ന മൈക്കിള് ഗണ്ണെടുത്ത് കാണിക്കുന്നത്. മൈക്കിള് രണ്ടുപേരെയും ഗൺ പോയിന്റ് നടത്തും. അങ്ങനെ ഒരു വഴിയുമില്ലാതെ കെവിൻ അവിടുന്ന് മാറിക്കൊടുക്കും. മൈക്കിളാണെങ്കിൽ ഹീറോയിനുമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായി തുടങ്ങും. പക്ഷെ പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ വന്ന് മൈക്കിളിനെ കൊലപ്പെടുത്തുന്നത്. വന്നത് മറ്റാരുമല്ല, ഡേവിഡ് ആണ്. ഡേവിഡ് വന്നതാണെങ്കിലോ ഹീറോയിനെ കാണാൻ. ഹീറോയിനും കെവിനും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഡേവിഡിന് അറിയാമായിരുന്നു. ഇവർ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഡേവിഡിന് അറിയാം. അത് മാത്രമല്ല അന്നിവർ തമ്മിൽ ചെയ്ത കാര്യവും ഡേവിഡ് കണ്ടതാണ്. ഡേവിഡ് അന്നത് തടുക്കാനാണ് വന്നത്. പക്ഷേ ഹീറോയിൻ ഹാപ്പി ആയിരിക്കുന്നത് കൊണ്ടാണ് ഡേവിഡ് തടുക്കാഞ്ഞത്. കാരണം ഹീറോയിന്റെ സന്തോഷമായിരുന്നു ഡേവിഡിന് വേണ്ടത്. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വലിയ നാണക്കേടാകും. ഇവർ ചെയ്തത് തെറ്റാണെന്നും അവർക്ക് പിടികിട്ടും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഡേവിഡിനോട് എല്ലാത്തിനും ക്ഷമ ചോദിക്കും. അതുമാത്രമല്ല കെവിൻ ഈ നാട് വിട്ടു പോകാനും തീരുമാനിക്കും. കെവിൻ ഡേവിഡിനോട് അവളുമായിട്ട് അഫെയർ വെച്ചതിനും എല്ലാത്തിനോടും ക്ഷമ ചോദിക്കും. കെവിൻ ക്ഷമയും ചോദിച്ച് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് ഡേവിഡ് കെവിനോട് നന്ദി പറയുന്നത്. കാരണം ഡേവിഡ് നടക്കാൻ കാരണം കെവിനാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഇനി ഈ നാട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് ഡേവിഡ് കെവിനോട് പറയും. അങ്ങനെ കെവിൻ വിഷമത്തോടെ ആ നാട്ടിൽ നിന്ന് പോകും. പോയ ശേഷം ഹീറോയിൻ ഡേവിഡിനോട് നന്ദി പറയും. കാരണം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഭർത്താവിനെയാണ് ഹീറോയിന് കിട്ടിയത് എന്ന് അവൾ ഡേവിഡിനോട് പറയും. അങ്ങനെ ഡേവിഡും ഹീറോയിനും തമ്മിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാനായി തുടങ്ങും. അങ്ങനെ ഇവിടം കൊണ്ട്